മക്കളെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. നന്നായി ശ്രദ്ധിക്കണേ. ഈസി ആയിട്ട് നമുക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ മാർക്കുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് പറയുന്നത് ഒന്നുമല്ല. ചിലപ്പോൾ 3, ചിലപ്പോൾ 4, അതാണ് കാര്യം. ഓക്കെ ആണല്ലോ. നമുക്ക് നമ്മൾ ചോദിച്ചുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രയാങ്കിളുടെ സൈഡാണ് ചോദിച്ചത്. ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു, ഒരു സമഭുജ ത്രികോണാണെന്ന് പറഞ്ഞു. അതിന് 2 മൂലകൾ 2 വെർട്ടെക്സ് വന്നു. 10, 0 അങ്ങനെ ഇത് ഉറപ്പിച്ചോളൂ. 0, 0 അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 10, 0 ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? 10, ഈ സൈഡും 10, ഈ സൈഡും 10. കാരണം എന്താണ്? ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ, ഒരു സമഭുജ സമാന്തരിക ആയതുകൊണ്ടാണ്. റെഡി അല്ലേ? ഇക്വലാറ്റർ ട്രയാങ്കിൾ 3 സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ട്രയാങ്കിൾ സൈഡ് 10 കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഹൈറ്റ് വേണം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ എന്ത് വന്നാലും അതിൻ്റെ √3 പകുതിൻ്റെ √3 ആയിരിക്കും ഇവിടെ വരിക. 10ൻ്റെ പകുതിൻ്റെ √3 5√3. എന്താണ്? 5√3. മറുപടി 5√3. കാരണം ഇതൊരു ഐസോ ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ. ഇവിടെയൊക്കെ 60 വരും. 60, 60, 90, 90, 30, 30 മുറിഞ്ഞു. അപ്പോൾ 30, 30 ആയിട്ട് മാറി. റെഡി അല്ലേ? 90ക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 5 ആണ് അല്ലേ? അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് 5√3 ആണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്നും ഓർക്കണ്ട. നിങ്ങൾ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി. 5√3 കിട്ടി. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി തേർഡ് വെർട്ടെക്സ്. അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ മൂലം എന്തായിരിക്കും? ഇവിടെ എക്സിൽ 5 ഉണ്ട്. അപ്പോൾ താഴെ ഇതുവരെ 5 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഹൈറ്റ് എത്രയാണ്? 5√3. അപ്പോൾ 5√3 കിട്ടി. ഈസി ആയിട്ട് 5,5√3 ആണ് നമ്മുടെ എന്ത് വരുന്നത്? ഹൈറ്റ് അല്ലെങ്കിൽ തേർഡ് വെർട്ടെക്സ്, മൂന്നാമത്തെ മൂല വരുന്നത്. റെഡി? ഈസി. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിരുന്നാൽ 8, 0 ആണ്. 8, 0 ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ചോദ്യം, ഇതൊരു സമഭുജ ത്രികോണാണ്, ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ സൈഡ്സ് എന്തായിരിക്കും? ഒരു സംശയം വേണ്ട, നിസ്സംശയം പറയാം. സാറേ സൈഡ് എന്തായിരിക്കും? 8. ക്വസ്റ്റ്യൻ ഉത്തരം 8. ബി ചോദ്യവും സി ചോദ്യവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും. ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പകുതിൻ്റെ √3 എത്ര വരിക? 4√3. ടോപ്പ് വെർട്ടെക്സ് വെച്ചാൽ പറയാൻ പറ്റും 4,4√3. റെഡി? ഈസി. ഇവിടെ ഇപ്പോൾ എന്താ? 18 എന്നാണ്. 18 എന്നാണെങ്കിലോ ഈസി ആയിട്ട് ട്രയാങ്കിൾ സൈഡ് എന്തായിരിക്കും? ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് 18 ആണ്. ബി ക്വസ്റ്റ്യൻ ഹൈറ്റ് എന്തായിരിക്കും? 9√3 ആണ്. തേർഡ് വെർട്ടെക്സ് എന്താണ്? 9,9√3 ആണ്. ക്ലിയർ? 9,9√3. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സൂചക സംഖ്യ കോർഡിനേറ്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധനം കിട്ടി എന്ന് ഞാൻ കരുതാണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ നിങ്ങളുടെ മൈൻഡിലുണ്ടോ? സമയത്തേക്കാണോ നിങ്ങളുടെ മൈൻഡിലുണ്ടോ? ആൻസർ ആയി കഴിഞ്ഞു. മറ്റൊരു സെഷനിൽ ഷോർട്ട് ക്വസ്റ്റ്യനുമായി കണ്ടുമുട്ടാം. താങ്ക് യു.